പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് തന്നെയുള്ള വിവിധ കേന്ദ്രങ്ങളിലടക്കം ആകെ 8 കേന്ദ്രങ്ങളിൽ സംസ്ഥാനത്ത് പരിശോധന പുരോഗമിക്കുകയാണ് ഇഡിയുടെ നേതൃത്വത്തിൽ. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ സാമ്പത്തിക ഇടപാടുകളിൽ നേരത്തെ വീണ വിജയന്റെ വീടുകളുമായി ബന്ധപ്പെട്ട് അവരുടെ തറവാട്ട് വീട്, അവർ തിരുവനന്തപുരത്ത് താമസിച്ച വീട്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് എന്നിവയൊക്കെയാണ് പരിശോധനയിൽ ഉൾപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോഴിതാ കുറച്ചുകൂടി കടന്നു പോയിരിക്കുന്നു ഇഡി എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യാപകമാക്കിയിരിക്കുന്നു ആ പരിശോധന എന്നുള്ളതാണ്. മുഹമ്മദ് റിയാസിന്റെ വീട്ടിലാണ് നേരത്തെ പരിശോധന നടത്തിയെങ്കിൽ ഇപ്പോഴിതാ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് പരിശോധനയ്ക്ക് പോയിരിക്കുന്നു ഇഡി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന്, ഒരു CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ വീട്ടിലും തറവാട്ട് വീട്ടിലുമൊക്കെ പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ ഡെസ്റ്റിനേഷൻ മാനേജറായിരുന്ന മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തായ നന്ദുലാലിന്റെ വീട്ടിലും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ്. ജിജീഷ് കരുണാകരനും രമ്യമാണ് നമുക്കൊപ്പമുള്ളത്. ഇതിൽ ജിജീഷിലേക്ക് പോകുന്നു. ജിജീഷ്, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നിരുന്നത് ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇഡി ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കൃത്യമായി സമ്പത്ത് ഏത് വഴിക്കാണ് പോയത് അതിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇഡിയുടെ ഈ ഘട്ടത്തിലെ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പണം നൽകിയത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ശശിധരൻ കൊർത്തയുടെ മൊഴി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വീണയുടെ ഡയറിയിലുള്ള പേരുകളിലേക്ക്, അവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലേക്ക് ഇഡി കടന്നിരിക്കുകയാണ്. ജിജീഷ്, തീർച്ചയായും ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീങ്ങുന്നത് വീണയിൽ നിന്നും വീണയുമായി അടുപ്പമുണ്ടായിരുന്ന ആളുകളിൽ നിന്നും പണം പോയത്, അത് മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകളിൽ നിന്ന് പണം ഏതെല്ലാം വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ്. കാരണം ഈ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് വലിയ തോതിലുള്ള ബിനാമി ഇടപാടുകൾക്കുള്ള സാധ്യതകളാണ് ഉള്ളത്. ഈ പണം കൈപ്പറ്റിയ ആളുകൾ, അത് വീണയാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ പങ്കാളികളായി മാറിയ ആളുകളാണെങ്കിലും എല്ലാം തന്നെ ആ പണം കൃത്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ചില ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ആ പണം മാറ്റുകയും തങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ചില ആളുകളുടെ പേരിൽ കേരളത്തിനകത്തും പുറത്തും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയും ഭൂസ്വത്തുക്കൾ അടക്കം വാങ്ങിക്കൂട്ടിയും എല്ലാം ആ പണം വകമാറ്റിയിരിക്കാനുള്ള ഒരു സാധ്യത അന്വേഷണ സംഘം മനസ്സിലാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന വിശദമായ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിന്റെ വീട്ടിലും തറവാട്ട് വീട്ടിലും അടക്കം അന്വേഷണ സംഘം എത്തുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ റെയ്ഡിന് ശേഷം, മെയ് അവസാനം നടന്ന റെയ്ഡിന് ശേഷം 2 മാസത്തിലധികം നടന്ന വിശദമായ പരിശോധനകൾക്കും ഒപ്പം തന്നെ ചോദ്യം ചെയ്യലുകളിൽ ലഭിച്ച വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള, ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള ിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ത്യ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് റെയ്ഡുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ഡയറിയിലെ പേരുകൾ ഡയറിയിലെ വിവരങ്ങൾ അന്വേഷണ സംഘം പൂർണ്ണമായും തന്നെ പരിശോധിച്ചിരുന്നു. അത് ഇഴഞ്ഞൂരി പരിശോധിച്ച് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിലേക്ക് കടന്നത്. 2 തവണ ചോദ്യം ചെയ്തപ്പോഴും വീണയിൽ നിന്ന് പ്രധാനമായും അന്വേഷണ സംഘത്തിന് തിരക്കാനുണ്ടായിരുന്ന വിവരം എന്ന് പറയുന്നത് ആ ഡയറിയിൽ രേഖപ്പെടുത്തിയ ചില കണക്കുകളായിരുന്നു, ആ ഡയറിയിൽ രേഖപ്പെടുത്തിയ ചില പേരുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായിരുന്ന വിവരം എന്ന് പറയുന്നത് ആ ഡയറിയിൽ രേഖപ്പെടുത്തിയ ചില കണക്കുകളായിരുന്നു, ആ ഡയറിയിൽ രേഖപ്പെടുത്തിയ ചില പേരുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 8 കേന്ദ്രങ്ങളിൽ മലബാർ മേഖല കേന്ദ്രീകരിച്ച്, പ്രധാനമായും കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് 8 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യാപക റെയ്ഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റെയ്ഡിൽ പിടിച്ചെടുക്കുന്ന രേഖകൾ അടക്കം, ഡിജിറ്റൽ ഡിവൈസുകൾ അടക്കം പരിശോധിച്ചായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. നേരത്തെ തന്നെ മുഹമ്മദ് റിയാസിന് പണം എത്തിയിട്ടുണ്ട് വീണയുടെ കയ്യിൽ നിന്ന് എന്ന് വളരെ വ്യക്തമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ആദ്യം മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നു എന്ന വിവരം പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിന് ശേഷമാണ് കൂടുതൽ അത് ചർച്ചയാവുകയും ചെയ്യുന്നത്. മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടും അതിന് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയ്ക്ക് സജീവമായി വരികയും ചെയ്യുന്നത്. അന്വേഷണ സംഘം ആ നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായി കടക്കുന്നത്. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യുക. കാരണം വീണ പണം മുഹമ്മദ് റിയാസിന് കൈമാറിയിട്ടുണ്ട്. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഭാഗമായി ഭാര്യ ഭർത്താവിന് നൽകിയിരിക്കുന്ന സാമ്പത്തിക ഇടപാട് മാത്രമായി അന്വേഷണ സംഘം കരുതുന്നില്ല. ചില പണം മറ്റ് ചില ആളുകൾക്ക് കൈമാറുന്നതിന് വേണ്ടി നൽകിയതാണ് ആ പണം. വീണ മുഹമ്മദ് റിയാസിന് പണം നൽകുന്നത് കൃത്യമായി തന്നെ അത് ചില ലക്ഷ്യങ്ങളോടുകൂടിയാണ്. ആ പണമിടപാടുകളുടെ, ദുരൂഹ പണമിടപാടുകളുടെ ഭാഗമായിട്ടാണ് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് റിയാസിന്റെ വീട്ടിൽ
ആദ്യം റെയ്ഡ് നടന്നപ്പോൾ മെയ് മാസത്തിൽ നടന്ന റെയ്ഡിൽ അതൊന്ന് മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലായിരുന്നു ആ പരിശോധന നടന്നത്. ഒപ്പം തന്നെ മറ്റു നിരവധി കേന്ദ്രങ്ങളിലും അന്ന് പരിശോധന നടക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് കൂടി അന്വേഷണം എത്തുന്നത്. അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ള ചില ഡിജിറ്റൽ ഡിവൈസുകളിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. നേരത്തെ ലേക്കർ ഇന്ത്യ എന്നത് പോലും ഒരു കടലാസ് കമ്പനിയാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായിരുന്നു. അങ്ങനെ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷം രൂപയുടെ അക്കൗണ്ടുകൾ അന്വേഷണ സംഘം മരവിപ്പിച്ചു. പിന്നീട് അത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് റിപ്പോർട്ടെല്ലാം സമർപ്പിക്കുന്നു. അതേ ഘട്ടത്തിലാണ് സംസ്ഥാനത്ത് ഉത്തരമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധനയിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള നടപടികൾ ഉണ്ടാകും.